സ്വർഗത്തിലെ കനി. തായ്ലൻഡ്. ബ്ലഡ് പോലെ ഏലാമപ്പഴല്ലേ? വിയറ്റ്നാമില് അവര് ഈ സാധനം ഇതുപോലെ എടുത്തിട്ട് വേറൊരു ജാതി ടേസ്റ്റ്. പിന്നെ അത് എന്തിന്റെന്നറിയോ? തേറ്റര മണം. ശരിക്കും തേറ്റര മണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കുരിച്ചറേ ഈ ഡാൽമിയ സിമെന്റിന്റെ ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നോണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. നമ്മൾ ഈ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഈ അങ്കമാലിലൊരു ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. സ്വർഗത്തിലെ കനി, സ്വർഗത്തിലെ പഴം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, ഈ ചേട്ടൻ്റെ ഈ ഫ്രാൻസ് ചേട്ടൻ്റെ കടയിൽ നിന്നിട്ടത് ഇതാണ്. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് വിയറ്റ്നാമിലാണെന്നുണ്ടല്ലേ? വിയറ്റ്നാമിൽ കാണുന്ന ഈ കയ്പക്കായ, അത് പാവയ്ക്കാര കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. വിയറ്റ്നാമിലത്തെ വിറ്റാമിന്റെ കണ്ടന്റ് കൂടുതലുള്ള സാധനം. പ്രോട്ടീനും കൂടുതലാണെന്ന് പറയുന്നത്. ഞാനിത് കണ്ടില്ലടാ, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പലരും ഞാൻ ഈ ടി വിയിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ എവിടെ ഒരു നോട്ടീസ് ഇവർ കാണിച്ചു. ഇതിന്റെ പച്ച കറി വെക്കാം. ഇതാണ് ഇതിന്റെ പച്ച സാധനം. പച്ചയല്ല, മഞ്ഞ കളറാണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് അത്. രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യം പച്ചയാണ്, പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ആദ്യം പച്ച, പിന്നെ മഞ്ഞ, പിന്നെ ഓറഞ്ച് കളറ്, പിന്നെ റെഡ് ആവും, പിന്നെയാണ് റെഡ് കളറാവും. ഈ കളറിന് ലാസ്റ്റ് വരെ. ഇതിന് ചെറുതുകളുണ്ട് കേട്ടോ. ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടുതൽ കിട്ടിയില്ല. അത് നല്ല വലിപ്പമുണ്ട്. ഇതിന് ഭയങ്കര വിലയെന്ന് പറഞ്ഞ 1500 രൂപ കിലോനുണ്ട്. ഇതിന്റെ കുറെ മൂല്യവർദ്ധിത സാധനങ്ങൾ ഉണ്ടാക്കലാണ്. ഇത് കണ്ട ഇതിന്റെ വിറ്റാമിന്റെ കണ്ടന്റ് ഒക്കെ പ്രത്യേകിച്ച് ഈ ചേട്ടാ അങ്കമാലിയിലാണ്. ഇയാള് 60 സെന്റിലത്തെ മരം മുറിച്ചിട്ട് ഇത് മുഴുവൻ കൃഷി ചെയ്യുന്നതാണ് പറയുന്നത്. അതിന്റെ കുറെ സാധനം ജ്യൂസ് അപ്പൊ ഇത് നമുക്ക് അറിയാലോ. ദേവിയേട്ടൻ നമ്മുടെ ഒപ്പം മറ്റേ ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കിന്റെ ചിക്കൻ 75 എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കിന്റെ വല്ലച്ചേരുള്ള ആളിന്. അപ്പൊ ആള് ഇതിന്റെ ഒരു ആൺചെടി ആൺചെടി ആളാണ് എനിക്ക് തരുന്നത്. ഇതിനാണും പെണ്ണും വേണമെന്ന്. ആണും പെണ്ണും മാത്രം ഉണ്ടായ പോലെ പരാഗണം നമ്മൾ നടത്തണം. നല്ലതുണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രവിയേട്ടൻ പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് ബിരിയാണിയില് ചോറിൽ ചേർത്തിട്ട്, അത് വിയറ്റ്നാമക്കാരൊക്കെ സ്വർഗത്തിലെ ബിരിയാണി വിയറ്റ്നാമക്കാരൊക്കെ ചോറിലും ഇതിലൊക്കെ വിശേഷ അവസരങ്ങളിലൊക്കെ ഇട്ട് കഴിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഇതോട് ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് കഴിക്കാം. നേരിട്ട് കഴിക്കില്ലല്ലേ? നേരിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. അങ്ങനെ കഴിക്കാം. ചെറിയ ടേസ്റ്റ് ഇല്ല മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു സ്വർഗത്തിലത്തെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചോക്കാം. നമുക്ക് ഇത് പൊട്ടിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഈ ചേട്ടൻ ഇവിടെ ഡാൽമിയ സിമെന്റിന്റെ മൊത്തം വ്യാപാരം ഹോൾസെയിലാണ് കേട്ടോ. ഇവിടെ ഡാൽമിയ സിമെന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയ സ്ഥലം. നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. പരസ്യം നല്ലത് പൊട്ടിക്കാവുന്ന കാണിച്ചത് മാത്രം. പിന്നെ ആള് നോക്കിയ ഇവിടെ നോക്കിയ ആളെ മാവ് നോക്കിയേ. ഇവിടെ ചെറിയ ഒട്ട് മാവുണ്ട് കേട്ടാ. കണ്ടത് മാങ്ങലുണ്ട്, കൊലയിട്ടുണ്ട് കണ്ട. നമ്മൾ പൊട്ടിച്ചിട്ട് തായ്ലൻഡ് ഇവിടെയൊക്കെ നിറച്ചുണ്ട്. ഉള്ളിലേക്ക് ഉണ്ട് കണ്ട. ഇത്തിരി വലിപ്പം വരും. അത് കഴിഞ്ഞാ നല്ല യെല്ലോ കളർ വരും. പഴുത്ത ഭയങ്കര ടേസ്റ്റാ. ഇതിനാളൊന്നും ചേർക്കണില്ലേ? ചാണപ്പൊടിയും നെല്ലുപൊടിയും മാത്രം, വേറൊന്നുമില്ല. നല്ല വെയിൽ കിട്ടും. പിന്നെ വണ്ടികളുടെ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാങ്ങ നന്നായി പിടിക്കുന്ന പറയാ. അപ്പൊ നമുക്കിനി ഫ്രൂട്ട്സ് പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. സ്വർഗത്തിലെ പഴത്തിനെ പൊട്ടിച്ചു. നല്ല വലിപ്പുണ്ട് കേട്ടോ. നല്ല മുഴുത്ത 1 കിലോ കൊണ്ട് നമുക്ക് ഒല്ലൂർക്ക് പോവാം. അപ്പൊ ഈ സാധനം കൊണ്ടുവന്നു. സരിത അത് കണ്ടില്ല. ഇത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടാ. കണ്ടു അവിടെ ഇരിക്കണം. അവിടെ ഞാൻ തൊടിപ്പിച്ചില്ല. ഇപ്പോഴാണ് തൊടിപ്പിക്കുന്നത്. സ്വർഗത്തിലെ പഴം. സ്വർഗത്തിൽ പോയാലും കൂടി കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് തന്നെ സ്വർഗത്തിലെ പഴം എന്ന് പറയണേ? സ്വർഗത്തിൽ പറഞ്ഞാൽ അത്രയും വിറ്റാമിൻ്റെ കണ്ടന്റ് ആണ് കൂടുതൽ. ടേസ്റ്റിലല്ല കാര്യം. ഇത് വിയറ്റ്നാംകാർ ചോറിൽ വിശേഷങ്ങൾക്ക് ചോറിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും. പിന്നെ ഷേക്ക്, ജ്യൂസ്,
ഇതിൻ്റെ പല ഉൽപ്പന്നങ്ങളും വേറെ ഓയിൽ കണ്ടന്റ്. ഇതിൻ്റെ കുരുന്ന് ഒരു ഓയിൽ എടുത്തിട്ട് അതിനും പൈസയാണ്. ഇത് 1500 രൂപ കിലോന് വിലയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അതായത് 1500 രൂപ കിലോയ്ക്ക് ഇന്ന് പറയുന്നു. പക്ഷെ ഇവിടെ 500 രൂപയ്ക്ക് എനിക്ക് കിട്ടണല്ലോ. ജ്യൂസ് കടയിൽ കൊടുത്തിട്ട് 500 രൂപ 500 തന്നു. 500 തന്നു. ചേട്ടന്റെ വീട്ടിലുണ്ട് ഈ സാധനം? എൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ നമ്മുടെ തുടക്കം ഞാൻ ഇതിലൊരു ആൺചെടി കൊടുത്തു ആൾക്ക്. അങ്ങനെയാണ് അവിടെ നിന്നാണ് ഉണ്ടായത്. പരാഗണം നടത്തണമെങ്കിൽ നമ്മൾ പോളിനേഷൻ ചെയ്യണം. അങ്ങനെ ഇതിൻ്റെ പൂമ്പൊടി വെച്ചാലേ നമ്മൾ ഉരസണം. ഇതിന്റെ പോലെ മത്തങ്ങേര പോലെ അവിടെ അല്ല ഈ സാധനം കൊടുത്തിട്ട് ജ്യൂസ് കടക്കാരെ 500 രൂപ തന്നു. 500 രൂപ അപ്പൊ ലാഭം വാങ്ങാൻ ആളുണ്ട്. വാങ്ങാനുണ്ട്. ഇത് മാർക്കറ്റിൽ ഗുണങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഇത് കൂടുതൽ പിന്നെ വർത്താനം പറയാം. ഇതുകൊണ്ട് പിന്നെ അപ്പൊ ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ബിരിയാണിയിൽ ചോറിൽ സ്വർഗത്തിലെ ബിരിയാണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോഴി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ചിക്കൻ ഒരു 1.5 കിലോന് കോഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ചിക്കനിന്ന് മസാല തേച്ചൊന്ന് പറ്റി വയ്ക്കാം. അപ്പോൾ വേണമാണ് വെക്കുന്നത് കേട്ടോ. മുളക് പൊടി ഇതേ കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ. കുരുമുളക് പൊടി അത് ഇതിലിപ്പോൾ മസാലയിൽ ഇപ്പോൾ എന്തൊരു തേങ്ങ വേണം ചേർക്കുന്നത്. എന്ത് വേണം ചേർക്കാം നമുക്ക്. തേങ്ങ ചേർക്കാൻ പറ്റില്ല. തേങ്ങ ഒഴിച്ച് എന്തും ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ ഇനി നമ്മൾ ബിരിയാണി മസാല ഉണ്ട്. ബിരിയാണി മസാല കേട്ടോ. ഗരം മസാല തന്നെ, അത് കുറച്ച് കണ്ട് ചേർക്കണോ. ഉപ്പ് കേട്ടാ. ഉപ്പ് ഞാനിടണം. കുറച്ചുകൊണ്ടോ ഇനി ചെറുതാക്കി ഞാൻ പിഴിയുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ നേരം കണ്ട് ഇരിക്കട്ടെ. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് വരെ ഇരുന്നിട്ട് നമുക്കിത് വറക്കണം. വല്ലാണ്ട് വറക്കണ്ട, എന്നാൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം. ഇനി അരി അല്ല ഇതെനിക്ക് പറഞ്ഞുകൂടെ. ഇതിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയല്ല അല്ലേ. അതായത് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചാറാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ പറ്റിയാൽ മതി കൈ കൊണ്ട്. ഞാനിത് തേച്ച് പിടിപ്പിക്കാട്ടാ. അതേ വേറെ കാര്യം ഉണ്ട് കേട്ടാ. സരിത അരി എടുത്തേ. അരി ഒരു കുതിരാമയ്ക്കിൻ്റെ. അപ്പോൾ ഇത് ഞാൻ പറ്റി വയ്ക്കാം. ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടാ. നമുക്ക് മെയിനായിട്ട് ഇത് ബിരിയാണി ഇതിൽ ചേർത്തിട്ട് വീട്ടിനക്കാർ കഴിച്ചിട്ടാണ് കഴിക്കുന്നത്, മധുരത്തിലാണ് കഴിക്കുന്നത് നമുക്ക് അറിയണം. ഇതേട്ടാ അത് പറ്റി വെച്ചു കേട്ടാ. അപ്പോൾ ഇരിക്കട്ടെ. കുറച്ച് നേരം നമുക്ക് വറക്കാം. ഞാൻ അരി 4 കപ്പ് അരി എടുത്തോ. കൂട്ട പാചകമാണത്. അല്ല നീ അവിടെ നിന്നോ. 2 കപ്പ് 3 4 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടേക്കാം. അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. നമ്മുടെ ഇതിൻ്റെ പോലെ ഇല്ലേ ഈ എന്തൊരു ചക്ക എന്ന് പറയുന്നത്, മുള്ളാത്തര പോലെ ഇല്ലേ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് തിളപ്പിച്ച് ഇതാക്കാൻ പോകണം, ജ്യൂസ് എടുക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള എസൻസ് എടുത്തിട്ട് നമുക്ക് ഷേക്കോ ജ്യൂസോ അത് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ടിയാണ്. എങ്ങനെ കട്ട് ചെയ്യാം? നടുമുറിക്കുക ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ചാറ്. അപ്പോൾ തനിച്ച് ഓരോ കളറ് ഇതുപോലെ ഇരിക്കും. ഇതിന് ഇതിലേക്ക് ആക്കിക്കോ. ഇതിലേക്ക് അതിൻ്റെ കളർ കാണില്ല. ഇതാ ഇങ്ങനെ 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 ഒന്നും ഇങ്ങനെ ചേച്ചി പിടിച്ചാക്കി. ഇതില് ടേസ്റ്റിലല്ല കാര്യം, ഇതിൻ്റെ ഗുണത്തിലാണ്. ഇതിൽ ഒരുപാട് പ്രതിരോധ ശക്തിയുള്ള ഇതാണ്. കായപ്പക്കായ കുരു പോലെ പാവയ്ക്ക കുടുംബത്തിൽ ശരിക്കും ഉണ്ടാവും. പക്ഷെ കുറെ ആണും പെണ്ണും വേണം. കുറെ റിസ്ക്കാണ്. ഞാനൊരു 2-3 കൊല്ലം നോക്കിയിട്ട് ശരിയായതാണ്. ഇത് പൾപ്പ് നമുക്ക് ഷേക്ക് ജ്യൂസൊക്കെ വേറെ ഉണ്ടാക്കാം. ഈ കാനുള്ള തോടില്ലേ ഈ ചുറ്റുള്ളത്. ഇത് നമുക്ക് റെഡ് കളറിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ തൊലി ഉപയോഗിക്കില്ല. ഇതിനുള്ളിൽ ഒരെണ്ണം ഞാനാക്കട്ടെ. ഇതിന്റെ കുരു പപ്പായയുടെ ടേസ്റ്റ് പോലെ. അതെ ഇവിടെയുള്ള സാധനം ചേട്ടാ പപ്പായയുടെ പോലത്തെ ടേസ്റ്റ്. പപ്പായയുടെ എന്ന് പറഞ്ഞാൽ മധുരല്ല കേട്ടാ, ഒട്ടും മധുരമില്ലാത്ത പപ്പായ ഉണ്ടാവില്ല, ഇങ്ങനെ മഴ പെയ്ത് വെള്ളമൊക്കെ കീറിയിട്ട് ടേസ്റ്റ് ഇല്ല. അതുപോലത്തെ പപ്പായയുടെ ഒരു മണം നോക്കിയോട്ടെ. ഞാൻ ഇതിന്റെ ഈ തോല് കുഴപ്പമില്ല. കുറച്ച് കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് ഇരിക്കാം. ഇത് എല്ലാം കട്ട് ചെയ്യുന്ന കുറയുമ്പോ ഈ ബിരിയാണിക്ക് വല്ല വ്യത്യാസം വരും. ഒരു മിനിറ്റ്. ആവശ്യത്തിന് ചേർത്ത് ഇതല്ല, ഇതിങ്ങനെ വരുന്നതാ.
ഇതും പ്രാണികൾ ഇങ്ങനെ മേൽവശേ ഇത് കഴിക്കോളൂ. ഒന്ന് കഴുകാം. ആ ഇങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് പണിയുണ്ട് ഇന്ന് കിട്ടാനായിട്ട് ഇതിങ്ങനെ അടിക്കാൻ നോക്കും. എന്നിട്ട് ആ കുരു മാത്രം പുറത്തേക്ക് എടുക്കുകയായിരിക്കും അല്ലേ? ആ ഞാനെടുക്കാം. അപ്പൊ ബിരിയാണി ഭയങ്കര ചുവപ്പ് കളറിലിരിക്കും ചേട്ടാ. ചുവപ്പ് കളർ വേണല്ലോ, ബ്ലഡ് പോലെ ഇരിക്കും. അതിന്റെ പൾപ്പടക്കം വീണ്ടായിട്ട് ചേട്ടാ. അത് കുഴപ്പമില്ലാന്ന്, അത് കുഴപ്പമില്ലാന്ന്. ഇല്ല എന്നാ ചേട്ടാ അത് ഞാൻ മാറ്റാന്ന് വിചാരിച്ചു. നോവൽ എടുത്താൽ മതി, പതുക്കെ എടുത്താൽ മതി. സ്പീഡ് കൂടുമ്പോഴാണ് ആ പൾപ്പടക്കം വീഴുന്നത്. അത് പഴുപ്പ് നമുക്ക് ഇതുണ്ടാക്കാന്നല്ലോ ഷേക്ക് ഈ പാകത കൂടിയിട്ടേ. ഇത് ഒരു ദിവസം മുന്നേ പൊട്ടിച്ച് വെച്ചതാണ്. എവിടെയാണ് ഈ വീട്? ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നീറ്റ് ലെഫ്റ്റ് സൈഡിലില്ലേ ഒരു സിമെന്റ് കമ്പനി. അങ്ങനെയുള്ളൂ. അതെ അത് യെല്ലോ കളറാണ്. ഇത് എല്ലാം പച്ച നമുക്ക് ഉപയോഗിക്കാം. ഓ അങ്ങനെയാ. അപ്പൊ തൊട്ടേ ഉപയോഗിക്കാം. ആ ഇതിന് കുറച്ചൊക്കെ കിട്ടുള്ളൂ നമുക്ക് എസൻസ്. ബാക്കിയൊക്കെ കുരുവാണ്. കുരു കണ്ടവാണ്ട. അപ്പൊ വിയറ്റ്നാമിൽ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിക്കണല്ലേ. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് ബിരിയാണി ആ ഒഴിക്കിട്ടേ പറഞ്ഞോളൂട്ടാ. മതിയാ? കുറച്ചുകൂടെ മതി മതി. ഇനി അങ്ങനെയാണ് എടുക്കാല്ലേ. ഇങ്ങനെ ഉണ്ടാക്കല് ഒരു പണിയല്ലേ. എന്നിട്ട് ആളുകൾ ഇതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് എന്ത് പറഞ്ഞു? ജ്യൂസ് കുടിച്ചൊന്നും ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് അത് മധുരം ഉണ്ടെന്നാലും പറഞ്ഞു. മധുരത്തിനെ എല്ലാവരും ഉദ്ദേശിക്കണം. അല്ല മധുരം പഞ്ചസാരയാണല്ലോ ചേർക്കണത് നമ്മളിതിൽ. ഇത് പേഷ്യൻ്റിനാണ് ഏറ്റവും ബെസ്റ്റ്. എന്തിന്? ഓരോ പേഷ്യൻ്റ് ഇപ്പോൾ ക്യാൻസർ ആയാലും ഈ ഷുഗർ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. രവിയേട്ടന് ജൈവ കർഷകൻ മറ്റേ ഈ മട്ടുപാവ് കൃഷിക്ക് എന്നിട്ട് അവാർഡ് കിട്ടി. സമ്മിശ്ര കൃഷിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. വീട്ടിൽ തന്നെ ഇതല്ലേ. അത് സമ്മിശ്ര മട്ടുപാവലുണ്ട്, വീടിൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ട്. പിന്നെ ആളെ വീട്ടിലൊരു മാവുണ്ട്. ആ മാവ് എത്ര തരം മാങ്ങ? 10 തരം. 10 തരം ദശാവതാരം മാങ്ങ. കുറെ ഇതുകളുണ്ട്. ആൾക്ക് അവാർഡ് കിട്ടിയിട്ടാണ്. കുറ്റ്യാട്ടൂർ മാവുണ്ട്. കുറ്റ്യാട്ടൂർ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇലയ്ക്കും ഭയങ്കര ഡിമാൻഡ്. അതെ. ഞാനപ്പോൾ ഇതാണ്ട് ആക്കിയല്ലേ. ഉള്ളിലത്തെ പൾപ്പില്ലേ, തൊലി മാറ്റി തൊലി മാത്രം എടുക്കും. പൾപ്പ് ഇടുന്നു കേട്ടാ. അവക്കാടൊക്കെ പോലെ ഉണ്ടല്ലേ സരിത ഇങ്ങനെ. അവക്കാട കഴിച്ചിട്ടില്ലേ ജ്യൂസ്? നല്ല ഫ്രൂട്ട്സാണ്. ഇത് ഭയങ്കരമായിട്ട് താത്തിരിക്കണം. ഒരു കിലോ 300 രൂപ അങ്ങനെ വിലയുണ്ട് അവക്കാട. അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. അത് ശരിക്കും പാല് കാച്ചിട്ട് അതിലാണ് ഈ അവക്കാട ശരിക്കും ഷേക്ക് ഉണ്ട്. ഇങ്ങനെ കോരിയെടുത്തു. ഇനി അത് കളയാം. ഇത് വേണ്ട. അല്ല ഇത് നമ്മൾ നേരിട്ട് ഇത് ചേർക്കേണ്ടി വരും. ഈ പൈനാപ്പിളിൻ്റെ എസൻസോ അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ ഒരു കുത്ത് ഇങ്ങോട്ട് പോവും. ഇതൊരു കുത്തുണ്ടല്ലേ. തന്നെ കഴിക്കുന്നവരൊക്കെ. അതല്ല ഈ പറഞ്ഞ പോലെ പപ്പകായി നാശായി പപ്പകായി. വർഷകാലത്ത് ഇങ്ങനെയൊക്കെ ആകെ ഫംഗസൊക്കെ മില്ലി ബഗിൻ്റെ ഒക്കെ മുകളിലൊക്കെ പിടിപ്പിച്ചിട്ട് വെള്ള പഴുത്തിട്ട് ചാവാലി പോലത്തെ പപ്പകായി ഉണ്ടാവും. അതിൻ്റെ തിന്നണ അതിൻ്റെ അത് ഇളക്കിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം ഉണ്ടല്ലേ. മറ്റേ അരിപ്പോടെ വീടില്ല. കഴിയല്ല കഴിഞ്ഞാ ഇല്ല നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇതാടാ അരിക്ക് ഒഴിക്കണം കേട്ടാ. അരിച്ചൊഴിക്കണം. കുരുവിൽ പിടിച്ചേക്കും. കുരു നല്ല വലിപ്പമുള്ളതല്ലേ. ഇത് പാവയ്ക്കട അതേപോലത്തെ കുരുവാണ്. പൂവ് യെല്ലോ കളർ കുമ്പളത്തിന്റെ പൂവില്ലേ കണത്തില്. അതെ കുരുക്കള് നോക്കിയാ എടുത്തു സരിതാ. കുരുക്കള് ഏലാമപ്പഴല്ലേ.
കാണാനും കഴിച്ചാൽ അതിനുള്ള ഗുണമുണ്ട്. നോക്കി തരുതേ. ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്താണെന്നറിയാമോ? കണ്ട നമ്മളിതിലത്തേക്ക് തോണ്ടിയെടുത്തു കണ്ടോ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് പൾപ്പ് ഇത് മാറ്റി വയ്ക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബിരിയാണി കഴിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു ജ്യൂസ് ഷേക്ക് കണ്ടോ. ഇതിൻ്റെ കുരുവാൾ കൊണ്ടുപോകണ്ട കേട്ടാ. ചേട്ടൻ ഇതിന്റെ തൈന്റെ സെയിലുണ്ടാ? തയ്യില്ല, അല്ല സെയിലും കുരുവിന് ആവശ്യക്കാരില്ല. ആവശ്യക്കാരുണ്ട് കുരുവിന്. തരാം. നല്ല പഴുത്ത കുരുവാണ് കേട്ടാ. പരീക്ഷണം നോക്കിയോളൂ. കുറച്ച് സരിതാ കപ്പ് എടുത്ത് കഴിഞ്ഞാൽ കഴുകാൻ കപ്പ് കൈ കണ്ട് നമ്മളിതിൻ്റെ കണ്ട പൾപ്പിങ് ജ്യൂസിൻ്റെ എടുത്തു. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത് ഏകദേശം മതിയില്ല. ഇനി ഇത് ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. വെള്ളേ വറ്റിച്ചെടുക്കാം. അടുപ്പ് മതി. ഇത് ആദ്യം വറ്റിച്ചെടുക്കണം. അങ്ങനെ സ്വർഗത്തിലത്തെ പഴത്തിൻ്റെ പൾപ്പ് എടുക്കാൻ പോവാണ്. പൾപ്പല്ല എന്നിട്ട് പറയാം ചാറെടുക്കാൻ പോകണം. ഇത് വറ്റിയിട്ട് വേണം നമുക്ക് തുടങ്ങണം. ബിരിയാണിക്ക് തുടങ്ങണമെങ്കിൽ അല്ലേ? ബിരിയാണി നമുക്ക് ചിക്കൻ വറക്കാം. നമുക്ക് വറക്കലൊക്കെ സാധാരണ പോലെ തന്നെ അല്ലേ? രവിയേട്ടൻ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കം മുന്തിരിയും കുറച്ച് ചെറുനാരങ്ങ പിഴിയാണ്ട് ഇല്ലേ ഈ വെള്ളം പറ്റുന്നോട് ഇട്ടിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞു കേട്ടാ. വേറെ ടേസ്റ്റ് വരില്ല. ആൾ പിഴിയിട്ട് ഇതായിരിക്കും. നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് ഇത് വറുത്ത് ചിക്കൻ ചെറുതായിട്ടൊന്ന് മുക്കി വറക്കാനല്ല ചെയ്യുന്നത്. മുക്കി വറക്കണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ ഈ കയ്പ്പ് കളയാനാണ് ചെറുനാരങ്ങ പിഴിയുന്നത്. വലിയ കയ്പ്പ് ഇതിന് വലിയ കയ്പ്പുണ്ടാവില്ല. അതിൻ്റെ ആ പൾപ്പിന് കുറച്ച് അതിൻ്റെ കയ്പ്പ് ഇല്ലല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കട്ടി ചാറായി മാറില്ലേ? അപ്പോൾ നമ്മൾ ഈ പകുതി വേവായിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കി. അപ്പോൾ അരിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒന്നര കപ്പ് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുക അല്ലോ. അതിന് പകരം കുറയ്ക്കേണ്ടി വരില്ലേ? ഇത് അളന്നിട്ട് ഇത് കഴിച്ച് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അതന്നെ അല്ലെ പെടും. നമ്മള് അറിയാതെ എന്തോരം ഫ്രൂട്ട്സ് ഉള്ളല്ലേ. ഇപ്പോഴാണ് കണ്ടമാനായി. ഇത് നമ്മളറിയാം. നമ്മൾ വിദേശത്തേക്ക് പോയിട്ടില്ല. തക്കാളി പോലെ തന്നെ കാക്കപ്പഴം ഉണ്ട്. ഒരു അത് യെല്ലോ കളർ അല്ലേ? ഇതൊരു അല്പം കുരുമുളക് ചേർക്കും കേട്ടോ അതിലേക്ക്. ബിരിയാണി ആയതുകൊണ്ടാണ്. ഇത് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. കുറച്ച് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. സ്വല്പം കുരുമുളക് പൊടി. നടുപൊടിക്കൊന്നും വേണ്ട. നടുപൊടിച്ച് കഴിഞ്ഞാൽ കുറയും എണ്ണം. അതൊന്നും വേണ്ട. ഇതാടാ അത് വറുത്തെടുക്കുക പോരാ. നമുക്ക് കഴിക്കുക കാരണം ആയി വെള്ളത്തിൻ്റെ പൊട്ടിത്തെറി. ആയി തീ കൂടുതലാണ്. ദൈവമേ ഇത് പെട്ടെന്നായില്ലോ. അയ്യോ അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗണായി. ഉണക്കമുന്തിരി വെള്ളത്തിൻ്റെ ഇതാവില്ല. ഇത് തീ സിമ്മിലിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തീ കൂടുതലായിരുന്നു. ഇത് സബോള ആവില്ല. പിന്നെ നീ എന്തിനു പേടിച്ചിരിക്കണ അവിടെ? സബോള ആവില്ല. സബോളയിൽ വെള്ളം ഉണ്ടല്ലോ. ആകെ ഇതൊന്നും ഞാൻ തിന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ പാചകത്തിൽ പിന്നെ അബദ്ധങ്ങൾ പറ്റുന്നത് സ്വാഭാവികമാണ്. പുറത്ത് കയറി സരിത അണ്ടിപ്പരിപ്പ് കരിഞ്ഞിട്ടില്ല ചേട്ടാ. രസമുണ്ട്. പഞ്ചസാരയിൽ ചേർക്കാൻ പോവാ. ഇല്ല കുറച്ച് അതിൽ വേണം. ആ ബിരിയാണിയിൽ പഞ്ചസാര വരും. ഇല്ല കുഴപ്പമില്ല. 2 ടീസ്പൂൺ കയ്പിനെ കളയാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാ. സബോള ആദ്യമായിട്ട് ചേർന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതുണ്ടാവില്ല. ഇത് കരിഞ്ഞിട്ടില്ല ചേട്ടാ. തിന്നാൻ പറ്റും. എനിക്ക് തിന്നാൻ പറ്റുമോ നോക്കി കഴിയൂ. വേറെ ഇതെടുത്തിട്ട് വരാൻ വേണമെങ്കിൽ വേണ്ട. എൻ്റെ മുഖത്ത് വല്ല ഭാവ വ്യത്യാസങ്ങളുണ്ടോ? ചേട്ടൻ അഭിനയിക്കണതാ. ആ സാധനത്തിൻ്റെ പൾപ്പ് തിന്നപ്പോൾ എൻ്റെ മുഖത്ത് അഭിനയിച്ചതാ. ഭയങ്കര അഭിനയായിരുന്നു. ഇതൊക്കെ ഭാവങ്ങളാ മുഖത്ത്. ഇത് ജ്യൂസ് ഷേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക എനർജി കൂടുമോ? ഉണക്കമുന്തിരി എന്ത് പരിപാടിയെന്നറിയില്ല. ഇല്ല ഇത് ഉണ്ടനുണ്ടിയും കുഴപ്പമില്ല. മറ്റേ ഇത് ചെയ്താൽ പോലെ ഉണ്ടീനെ കൂട്ടണ്ട. ഞാൻ ആകെ ഒരെണ്ണം ടേസ്റ്റ് നോക്കാം. ചേട്ടൻ്റെ വിശ്വാസമില്ലാത്ത തിന്ന് നോക്കിയത് ചേട്ടാ. ഇത് കോരണം
എടുത്തോ, അത് ഇനി കഴിക്കണ്ട. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ കറക്റ്റ് പാകത്തിന് തന്നെ. ഇത് വീണ്ടും പഞ്ചസാര. ദൈവമേ, ബിരിയാണിയിൽ പഞ്ചസാര മയവോ അത്. ഇതിൽ ചിക്കൻ വറക്കാം നമുക്ക്. ഇതാട്ടാ നമുക്ക് കോഴീനെ വറക്കാൻ പോകണം. കാലുകൾ നമ്മൾ പിന്നെ പീസുകളാക്കിയില്ല കണ്ടാ. ബാക്കിയുള്ളതൊക്കെ മീഡിയം കഷ്ണങ്ങളാണ്. 2 വട്ടമായിട്ട് വറക്കേണ്ടി വരും. ഭയങ്കരമായിട്ട് വറക്കാറുണ്ട് രവിയേട്ടൻ ചെയ്യുമ്പോൾ? ഇല്ലല്ല. ആ അത് തീ ഓഫ് ചെയ്യാറയ്യാ മതിയാ? അരിയിൽ ഇത്തിരി കുറയ്ക്കണ്ട. അതറിയാം, അതാളെ മറ്റേ ഒഴിക്കുള്ളൂ. നമുക്ക് ഈ ചിക്കൻ എന്ന് പറയുന്നത് മറിച്ചിട്ടാ. ഇതിലൊരു ഗ്ലാസ് നമുക്ക് മാറ്റി എന്ന് പറയാം. ഈ ഷേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഗ്ലാസ് ഈ ടോപ്പിൽ ഒരു എന്താ പറയുക ഭംഗിക്ക് ഈ കളറിലാവില്ല, അത് മഞ്ഞളാവും. ഇത് ചിക്കൻ മറിച്ചിരുന്നു കേട്ടാ. അപ്പോൾ ഇത് കണ്ടാ, ഈ ഇത്രയ്ക്കുണ്ടായിരുന്നു, അത് ഇത്രയും പറ്റി. അപ്പോൾ നമ്മളിത് തീനെ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതൊന്നും ആയിരിക്കില്ല. അപ്പം ഇതിന് ടേസ്റ്റ് ഞങ്ങൾ നോക്കി. ടേസ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വായിൽ കിട്ടുന്നത് ഒരു മധുരമാണ്. പഞ്ചസാര ഇട്ടുണ്ടല്ലോ, 4 ടീസ്പൂൺ പഞ്ചസാര. ചെറിയൊരു കയ്പ്പ് വരുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. പറയാൻ മാത്രം കയ്പൊന്നുമില്ല. അങ്ങനെ ഒഴിച്ചിട്ട് ബിരിയാണിക്ക് ഇനി കയ്പുണ്ടോന്നാണ് അറിയേണ്ടത്. നമുക്കിത് ഇനി അരിച്ചെടുത്തിട്ട് ബിരിയാണിയിൽ ചേർക്കാം. ഇതോടെ ഇരിക്കട്ടെ, ചൂടാർക്കാം അല്ലേ? ചൂടാത്ത നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. ഞാൻ ഇതിൽ കിടന്ന് കുറച്ച് നേരം ആവുമല്ലോ. ഈ ലെഗുകൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് ഇത് പിടിച്ചില്ലെങ്കിലോ. ഇത് ബാക്കിലും കൂടി വറക്കാൻ പോകണം കേട്ടോ. ഇത് അത്ര ഭയങ്കര പീസുകളെല്ലാം ആക്കി പോകണം കേട്ടോ നമ്മൾ. നമ്മുടെ ചിക്കൻ വറുത്തത് മുഴുവൻ എടുത്തു കേട്ടോ. ചിക്കൻ വയ്ക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. നമ്മുടെ പാത്രം ചൂടായിട്ടാണ്. പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓയിലില്ലേ കുറച്ച് വറുത്ത് പോയി. ഇനി നമ്മൾ സബോള 2-3 സബോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ എടുക്കാം. പച്ചമുളക് കുറച്ച് തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് നന്നായി വാർത്ത ഇളക്കണു. കുറച്ച് ഉപ്പിടുന്നു. അതാണ് മൂടി വെച്ച് കഴിഞ്ഞാൽ വാടും പെട്ടെന്ന്. മൂടി വയ്ക്കാം. ഈ സാധനം അരിക്കാൻ പോകണം കേട്ടോ. അത് ഇപ്പം ഈ ഇതാക്കിയത് അതൊരു അരിപ്പയിലരിക്കുന്നു. മട്ടുണ്ടാവില്ല അതിന്. ഈ മട്ട് എന്തൊരു ചെയ്യാ? ആക്കണ്ട തന്നെ ഇതാവും. ഇളക്കണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇട്ട് കഴിക്കാൻ വേണമെങ്കിൽ വെന്ത് കഴിഞ്ഞല്ലേ? വെന്ത് മട്ട് തിരിയില്ല ഉണ്ടാവുള്ളൂ. ഇത് ഇറക്കി കൊടുത്ത സ്ഥലത്ത് തുറന്നിട്ട് കയ്യിൽ വാടണ്ട. ഓക്കെ, ഇനി മട്ട് വേണ്ടല്ലോ നമുക്ക്. ഈ മട്ടിനെ നമ്മൾ കളയുകയാണ് കേട്ടോ. നമ്മൾ പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു? നീ കളഞ്ഞില്ലേ? പട്ടിയുടെ തിന്നില്ലേ? ഇല്ലേ? പിന്നെ സാധ്യതയില്ല. അപ്പം നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തോണത്. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് വെച്ചിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. പക്ഷേ നമ്മൾ വേവിക്കുന്ന കാരണം നമുക്ക് ഇരട്ടി വെള്ളം ചേർക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതും വെള്ളമാണല്ലോ, ഇതായാലും ചേർക്കാനുള്ളതാണ്. ഇതപ്പോൾ ആദ്യം അളന്നൊഴിക്കുക. ഗാഗ് ഫ്രൂട്ട് 1 2 പിന്നെ കുറച്ചുകൂടി കിട്ടാ 2 കൂട്ടിയാൽ മതി. ഇതൊരു ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ മറ്റേ സാധനത്തിനല്ലേ, ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അലങ്കരിക്കാൻ 3 4 5 6 7 8
അപ്പോൾ ഈ സാധനം ഇതിൻ്റെ പൾപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അതുകൊണ്ടുള്ള ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് ആദ്യം തന്നെ ഇത് മിക്സിയിൽ അടിക്കണം. ഇതിൽ വെള്ളം ചേർക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിക്കുക. നല്ലപോലെ അടിച്ചോ. എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് അരി ചേർന്ന് അരയ്ക്കാം. കുറച്ച് എന്തോരം വെള്ളം ചേർക്കണേല്? എത്ര ഗ്ലാസ് വെള്ളം ചേർക്കണം? എത്ര പേരുണ്ട് നമ്മൾ 4 പേര്. 4 ഗ്ലാസ് 4 ഗ്ലാസ്. അപ്പൊ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ്. അല്ലാണ്ട് ഇതിലേക്ക് എത്ര വെള്ളമൊന്നുമില്ല. അല്ലല്ല, നമുക്ക് മെറ്റീരിയൽ ഇത്ര ഉണ്ടല്ലോ. ഷെയ്ക്കിന്റെ കട്ടി തരുത്, എനിക്ക് ഏകദേശം അറിയാലോ. ചേട്ടന്റെ മുഖം ഇപ്പളെ ഇതിന്റെ ഒരു കഷ്ണം തിന്നതിന്റെ ഭാവം കളർ മാറിയുണ്ട്. ജഗ്ഗുവിനും കൂടി ഉള്ളത് ഉണ്ടാക്കണ്ടേ? ഈ സാധനത്തിലെ പഞ്ചസാര ചേർത്തിട്ട് അടിക്കണം കേട്ടോ. അവിടെ നീയൊക്കെ കൊണ്ടുപോയി ഇതേ ആ കസാലിരിക്കുന്നത് അത് പഞ്ചസാര ചേർത്തിട്ട് അടിക്കുക. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്തോ. നമ്മുടെ ഈ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായി വാടി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് മുളക് പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്തിരി കൂടി മുളക് പൊടി നമ്മൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി എടുക്കണം. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല. ബിരിയാണി പൗഡർ. പിന്നെ കുറച്ചും കൂടിയും ഗരം മസാലപ്പൊടി ഇട്ടാൽ അത് ബിരിയാണി പൊടിയാണ്. അല്ല, ബിരിയാണി പൊടി എന്നല്ല പറയുക, മസാലപ്പൊടി. ഉപ്പിന് മുന്നിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ വാടി വരാണ് കേട്ടോ. അല്ല, വാടിയല്ല, ഇത് മുളക് മൂത്തുടങ്ങി. മുളക് മൂത്ത മണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി, ഒരു 2 തക്കാളി ഇങ്ങനെ കുനുകുനിങ്ങനെ അരിഞ്ഞത് ചേർക്കണം കേട്ടോ. നമ്മളെ ഇന്നാളുണ്ടാക്കിയ തലശ്ശേരി ബിരിയാണിയിൽ തക്കാളി കൂടി എന്ന് പറഞ്ഞിട്ട് 4 തക്കാളി ചേർത്തു. അപ്പോൾ 2 തക്കാളി ചേർക്കേണ്ടത് പറഞ്ഞ കാരണം നമ്മളിതിൽ 2 തക്കാളി ചേർത്തിട്ടുള്ളൂ. നമ്മുടെ തക്കാളി വാടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം കേട്ടോ, ചൂടുവെള്ളം കുഴയാനായിട്ട്. ചോറിൻ്റെ കളറാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതിന് ചോപ്പാവോ? ഈ ഒരു കളറിൽ വരും. ഈ കളർ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറിൽ വരും. ഈ നമ്മുടെ ഈ മസാല നല്ലപോലെ പാകമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില, പുതിനയും കൂടി, പിന്നെ കുറച്ച് പുതിനയില ചേർക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാം കേട്ടോ. മിക്സ് ആക്കണം. ഉപ്പ് ഇത്തിരി കുറവാകുന്നതുകൊണ്ട് നമുക്ക് നേരം ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. നമുക്ക് അരി വയ്ക്കാം. അങ്ങനെ ഇരുന്നോട്ടെ. ഇതേ നമ്മൾ ഇപ്പുറത്ത് അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 5-10 സ്പൂൺ പഞ്ചസാര കിട്ടും. കയ്പുണ്ട്. ഇതിൽ നമ്മളെ ഒരു ഡിസൈൻ വേണ്ടി കൊടുക്കാം. ഇത് കുടിക്കാൻ നേരത്തെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ മുകളിലാക്കിയാൽ പോരെ. അപ്പൊ ഇതിപ്പോ ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയാ അല്ലേ? ചെറുനാരങ്ങ നീര് ഒഴിക്കണം. അത്ര കയ്പില്ല, നല്ലൊരു ചെറിയൊരു ഇത് മാത്രം. പിന്നെ ഇതിന്റെ കയ്പ് എന്ന് പറഞ്ഞാലേ ടേസ്റ്റ് ചെയ്ത് അപ്പം തന്നെ വരുന്നൊരു കയ്പുള്ളോ. ചെറുനാരങ്ങ പിഴിഞ്ഞോട്ടായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതിന്റെ ടേസ്റ്റ് നല്ലല്ലോ പ്രാധാന്യം അല്ലേ, ഗുണമുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് കഴിക്കുന്നു. പഞ്ചസാര കുറേ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഗുണം പോയില്ലേ. ശരിയാ. നോക്കിയാൽ നമ്മുടെ ചിക്കൻ നോക്കിയാൽ കിണ്ണം കാച്ചിയില്ലേ. നല്ല മണം വരുന്നുണ്ട്. അതന്നെ മൂടി വെച്ചത് വെറുതെ സിമ്മിൽ തന്നെയാണ്. പഞ്ചസാര മയോ പോയില് കുഴപ്പമില്ല കേട്ടോ, ധൈര്യമായിട്ട് കഴിച്ചു. പഞ്ചസാര കഴിക്കാനാ. അപ്പോൾ ഈ സാധനം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടയ്ക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കായിട്ട് കുടിക്കേണ്ട സമയമാകുമ്പോഴേക്കും തണുക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടും. ഇതിൻ്റെ തീ കത്തിച്ചു, അരി വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ചിക്കൻ ലെവലായിട്ട് നമുക്കിത് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ മൂടി ഉള്ളിരുന്നോട്ടെ. ചൂടുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാവുന്നുള്ളൂ. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. കറുവപ്പട്ട, ഏലക്കായ, സാജീരകം, ബേലീഫ്, കരയാമ്പൂ, തക്കോലം, ജാതിര 2 ഇതുണ്ട്. ജാതിക്കര കുരു കേട്ടോ, 2 തണ്ട് അല്ല 2 തോട് ഇതുണ്ട്. ഇനി നമ്മൾ ഒരു സ്വല്പം സവാള കേട്ടോ, സ്വല്പം. പിന്നെ രവിയേട്ടൻ പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് കണ്ട, കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ കുരുകുരുന്നിന് അരിച്ചിട്ടുണ്ട്. കുറച്ചല്ല, ഒരു ക്യാരറ്റ് അത് ഇരിക്കുന്നു കേട്ടോ. ഒരെണ്ണം കുഴപ്പമില്ല.
നോക്കി നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ മറ്റേ ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്വല്പം മല്ലിയില ഇടുന്നു കേട്ടോ, കുറച്ച് മല്ലിയില, ഒരു സ്വല്പം പുതിനയില ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 8 ഗ്ലാസ് വെള്ളമല്ലേ അത് ഒഴിക്കാൻ പോകണം കേട്ടോ. ചെറുപ്പത്തിൽ വെള്ളം. ഇനി നമ്മൾ ഇങ്ങനത്തെ ബിരിയാണി വെള്ളം കണ്ടുണ്ടാവില്ല. എനിക്ക് ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞ് വയ്ക്കുന്നു കേട്ടോ, ഒരു പകുതി വെള്ളത്തേക്ക്. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇനി ഉപ്പിടാൻ പോകണം. ഇനി നമ്മൾ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ഉപ്പ് ഇത്തിരി മുന്നേക്ക് നിൽക്കണം. 4 ഗ്ലാസ് അരി ഉണ്ടല്ല, അല്ല 4 കപ്പ് അരി ഉണ്ടല്ല, നോക്കാം നമുക്ക്. നമുക്ക് വെള്ളം നോക്കിയാൽ തിളക്കി നോക്കിയേ. ആവി വരുന്ന റെഡ് കളറാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് നമ്മൾ ഇത്തിരി മുന്നേക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇനി അരി ഇട്ടുന്നു. ഇവിടുത്തെ അരി ചുവപ്പായി മാറും. നമുക്ക് നടക്കാം. വെള്ളം ചോറും ഒരേ നിരപ്പാകുമ്പോൾ മൂടി വയ്ക്കാം. നമ്മുടെ അരി നോക്കിയാൽ അരിയും വെള്ളം സമമായിട്ടാണ്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. നല്ല പാകമായില്ല, നല്ല രസമായിട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഈ സാധനം രവിയേട്ടൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നതാണ്, ഹൈബ്രിഡ് കുക്കുംബർ. ഇത് മഴമറയിൽ ഉണ്ടാവണം തന്നെ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ഇവിടെ ഉണ്ടാവില്ല, മഴമറ വയ്ക്കണം. ഇത് നോക്കിയേ. അല്ല കനം കുറയ്ക്കാ, ഞാൻ വെറുതെ നോക്കാൻ ഇതെങ്ങനെ. നമ്മളത് തുറക്കണം കേട്ടോ. നോക്കിയേ, ഇത് എന്തുണ്ട് ഇപ്പോൾ കളർ വന്നു. സ്വർഗത്തിലെ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഒരു മിനിറ്റ്, ആദ്യം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അതെങ്ങനെയുണ്ട്? മല്ലിയിലും പുതിനയിലും അണ്ടിപ്പരിപ്പ് ഗ്ലാമർ ഇല്ല, എന്നാലും നമ്മൾ ഒപ്പിച്ചു എന്ന് മാത്രം. എന്തിട്ടു ഇത്രയ്ക്ക് മതിയില്ലേ? ഈ മല്ലിയില അപ്പോൾ ഈ സാധനം എന്ത് ഇറക്കണ്ട ആ ഒരു ടൈമിലാണ് നമ്മുടെ രവിയേട്ടൻ ഒരു സത്യം പറയണത്. ആള് ആദ്യമായിട്ടാണ് ഇത് ഇപ്പോഴാണ് ഉണ്ടാക്കണത്. പരീക്ഷണം നമ്മുടെ താമരശ്ശേരി വീട്ടിലായി. അജൂസ് വേൾഡിൽ വന്നിട്ടാണ് ഈ സ്വർഗത്തിലെ ബിരിയാണി പരീക്ഷണം നടത്തിയത്. നമ്മളിപ്പോ അതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമല്ല, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ലോകത്തിലല്ല, വിയറ്റ്നാമില് അവര് ഈ സാധനം ഇതുപോലെ എടുത്തിട്ട് ചോറിൽ അവരുടെ റൈസിൽ ചേർത്ത് കഴിക്കണ വീഡിയോ ആള് കണ്ടു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ബിരിയാണിയില് നമ്മളെ ജ്യൂസും ഷേക്കും കുടിക്കും, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചേർത്ത് കൂടാന്ന് ആള് ചിന്തിച്ചു. ഇങ്ങനെയാകുമ്പോ കൂടുതൽ കുട്ടികൾ കഴിക്കും ചെയ്യും, നമുക്ക് ശരീരത്തിന് ദോഷമില്ല. അപ്പൊ ഇതിലത്തെ വലിയൊരു നേരെ കയ്പുള്ളതുകൊണ്ട് ആളുകൾക്ക് കുട്ടികൾക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അതിന് ഞാൻ പറയാൻ വന്നത്, അതായത് ചിലപ്പോ നമുക്ക് ചോറ് എങ്ങനെയാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ദമ്മിടില്ല. ഈ ചിക്കൻ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നില്ലേ, അപ്പോൾ ചിക്കൻ വേറെയും ഇത് വേറെയായിട്ട് മാറ്റി വെച്ചു. അപ്പൊ പിന്നെ കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ പ്രാധാന്യം ചിക്കൻ ഇട്ട് ദമ്മാക്കണതിൽ പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ ചിക്കൻ ഇട്ട് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവാണ്ടിരിക്കാൻ വെച്ചിട്ട് ഞങ്ങള് എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഇപ്പൊ നമുക്ക്. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ ചിക്കൻ തുറന്നു. ഈ വേട്ടൻ അതിലിരിക്കുന്നിട്ടാ ഞങ്ങള് നമ്മുടെ ചോറ് എടുക്കണ്. മതിയാ? ചിക്കൻ ലെഗ് വേണോ? ലെഗ് വേണോ? കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. എന്താ വേണം സ്ഥലത്തേക്ക് തുടക്കം കുറച്ച് മതിയാ? ഞാനെന്താ ചിക്കൻ ആദ്യം വിളമ്പില്ലോ. എന്തെനിക്ക് അങ്ങനെയൊന്നുമില്ല. ചിക്കൻ ലെഗ് വേണം എനിക്ക്. അവൻ ലെഗിൻ്റെ ആളാ ഇതിന്. അപ്പോൾ അവന് ആവശ്യത്തിന് എടുത്തോട്ടെ. അതേ ഒരു വ്യത്യാസമില്ല, ഒരു കയ്പൊന്നുമില്ല. അതല്ല കയ്പൊന്നുമില്ല. സാർലാസ് വേണ്ടേ? ഭയങ്കര ചൂടാ.
സ്വർഗത്തിലെ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ വീടൊരു സ്വർഗമായി മാറി അല്ലേ? ചേട്ടൻ ഇത് ദമ്മിടാണ്ടിരുന്നതിൻ്റെ കാരണം ഈ സാധനം എങ്ങാനും ഫ്ലോപ്പായിട്ട് ഇത് കയ്പാണെങ്കിൽ റൈസ് കയ്പാണെങ്കിൽ പൊളിഞ്ഞില്ലേ പരിപാടി എന്ന് പറഞ്ഞിട്ട് അതാണ് ചിക്കനെങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടില്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഇങ്ങനെ 2 എണ്ണം മാറ്റി വെച്ചത്. പക്ഷെ ഒരു കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ആൾക്കാർ അതൊരു എന്തെങ്കിലും ഒരു ടേസ്റ്റ് മാറ്റം ഒന്നുമില്ല. മാത്രമല്ല ഭയങ്കര കളർഫുള്ളാണ്. ഇത് കഴിച്ചവർ ഓർഡർ പിടിക്കാം. നമുക്ക് ഒരു പ്ലേറ്റിന് ഒരു 500 രൂപ വെച്ച് കൊടുക്കാം. ആളുകൾ ചോദിക്കുന്നത് ആർട്ടിഫിഷ്യൽ കളറാണ്, ചോറിനത്തെ കളറ് ചേർത്താണ്. പക്ഷെ അതല്ല, ഇതിലത്തെ ഒരു ഇതെന്ന് പറയാനായിട്ട് നമ്മൾ ആ സാധനം ഉണ്ടാക്കാനായിട്ട് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു എന്നുള്ളതാണ്. ആ അത് എനിക്ക് തോന്നുന്നു ചേർക്കണ്ടാന്ന്, ചെറിയൊരു ഇതുണ്ടാവും, ഒരു കയ്പ് കൂടുതലുണ്ടാവും. ചെറിയ. ഇതിൽ കറിയൊന്നും വേണമെന്ന് തന്നെയില്ല അല്ലേ? നമ്മുടെ ഈ കളർ കാണുമ്പോൾ ഈ റാവുത്തർ ബിരിയാണി ഒക്കെ പോലെ ഇരിക്കുന്നതാണ്. അത് വേറെ കളറല്ലേ, ചുവപ്പ് കളറല്ലേ? മല്ലിപ്പൊടിയുടെ കളറല്ലേ വരാം. ഇതിപ്പോൾ ക്യാരറ്റിൻ്റെ കളർ, ക്യാരറ്റ് കാണാനില്ല. ആ ക്യാരറ്റ് കാണാനില്ല, ക്യാരറ്റിലിരുന്ന് കാണാനില്ല പറഞ്ഞ പോലെ. അപ്പോൾ സ്വർഗത്തിലത്തെ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി കേട്ടോ. നല്ല ഉണ്ട്. വെറുതെ ഒരു അത് നമ്മൾ സ്വർഗത്തിൽ പോയാൽ കൂടി കഴിക്കാൻ പറ്റില്ല. ചിക്കൻ മാത്രം കളർ ഇല്ലാത്തുള്ളൂ. സ്വർഗത്തിലെ ബിരിയാണി കഴിച്ചു, ഇനി സ്വർഗത്തിലെ ഷെയ്ക്ക് കഴിക്കാം. അപ്പോൾ ഈ ഷെയ്ക്ക് കൊണ്ടു നമ്മൾ നേരത്തെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ സാധനമാട്ടത്. ഞങ്ങളുടെയൊക്കെ വയററിഞ്ഞു. അപ്പോൾ ഇത് കാരണം കൊണ്ട് ഒരു ഗ്ലാസ് ഇതിനും ഒരു ഗ്ലാസ് ഇതിങ്ങനെ മീതാന്ന് ഭംഗിക്ക്. ഇത് മറ്റേ സാധനം ഇട്ട് നമ്മുടെ മലയാള അക്ഷരമാല എഴുതി പഠിക്കുകയാണ്. കുറച്ച് നേരം കുടിക്കാൻ വെച്ചു. ആദ്യം ഞാൻ കുടിക്കട്ടെ. കുടിച്ചോ. പിന്നെ ചേട്ടൻ സ്ഥിരം കഴിക്കണതാണല്ലോ അല്ലേ? ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് ആള്. ജഗ്ഗു പരീക്ഷിക്കുക പോയേക്കാട്ടാ. ജഗ്ഗു വന്നിട്ട് കഴിക്കാൻ വെച്ചു. ഞങ്ങൾ കുടിച്ചോളാം. പിന്നെ ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയടാ. അത് പിടിച്ചോ. ആള് കൂടി കഴിച്ചു. അടിപൊളി അടിപൊളി ടേസ്റ്റ്. ഇതായാലും വെക്കാനല്ലേ നമുക്ക് അവക്കാഡോ ജ്യൂസിനേക്കാളും നല്ലത് എനിക്ക് തോന്നി. അതെ, നിധിയും കുടിച്ചിട്ട് എന്ത് തോന്നി? കിളി പോയാ പുളിയുണ്ടല്ലേ? പുളി പറയാൻ പറ്റില്ല. അല്ലേ? അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുടിക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് നമുക്ക് കൂടി ടേസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ എടുത്തിട്ട് വരാം. എന്തായാലും കഴിച്ചു, പിന്നെ ഒന്ന് കഴിക്കാം. അപ്പം ഞങ്ങളും ടേസ്റ്റ് ചെയ്യാം വെറുതെ. ബിരിയാണി കഴിച്ചിട്ടേ ഇത്തിരി വയറ് ഭയങ്കര നിറഞ്ഞു. അത് കാരണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് വിചാരിച്ചേ. തോന്നണേ ഏയ് അങ്ങനെ കുഴപ്പമില്ല. കൈപ്പന്നെയാണ് അല്ലേ? കയ്പൊന്നുമില്ല. ഇല്ലേ? ഏയ് കുടിക്കാന്നുള്ളോ. ഞാൻ പറയാം. പിന്നെ മധുരം നന്നായി ചേർത്ത കാരണം പപ്പായ ഇല്ലേ? പപ്പായ തുടക്കം തന്നെ വായിൽ വരുന്നൊരു ടേസ്റ്റ് മധുരമാണ്. നമ്മൾ പഞ്ചസാര നന്നായി ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കയ്പ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പും പെട്ടെന്ന് പോവും. വേറൊരു ജാതി ടേസ്റ്റ്, പിന്നെ വൃത്തികെട്ട ടേസ്റ്റ്. അത് എന്തിൻ്റെ എന്നറിയോ? തേരത്തേര മണം. അയ്യോ അങ്ങനെ ശരിക്കും തേരത്തേര മണ. തേറ്റില്ലേ മറ്റേ ഏത്? അല്ല ഞാൻ പറഞ്ഞ ഏത് തേറ്റെന്നറിയില്ലേ? ഏത് തേരട്ടാ? കപ്പും മഞ്ഞയിട്ടുള്ളത് മണ്ണെണ്ണ മണ. അതിന്റെ മണാണ് വരുന്നത്. കുടിച്ചോ? അല്ല അതിന്റെ അല്ല കുടി. അല്ല അതിന്റെ ഒരു മണുണ്ട് ഇല്ലേ? ഞാനതിപ്പോ ശ്രദ്ധിച്ചോടുന്നു. ലാസ്റ്റാണ് വരുന്നത്. കുടിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇത് കുടിക്കാൻ പറ്റുമോ? അതൊരു മണ്ണുടിന്റെ. കുടിച്ചോ, കുടിച്ചോ. എനിക്ക് പഞ്ചസാര അധികം കഴിക്കാൻ പാടില്ല. ഇല്ല അതുകൊണ്ടല്ല ഞാൻ അതാ മനസ്സിലായപ്പോ എനിക്ക് ശരിക്കും കറക്റ്റ് അത് ഫീൽ ചെയ്തു. നമ്മൾ കാരണം കൈക്കോട്ട് കളിക്കുമ്പോൾ നിറയെ മണ്ണെണ്ണ കൂടിയമാരെ കാണുന്നതാ. അപ്പൊ അവർക്ക് വെള്ളൊരു മണുണ്ട്. അപ്പൊ അടിപൊളി ജ്യൂസ്. ബിരിയാണി എൻ്റെ വൈഫിന് ഞാൻ പാർസലായിട്ട് കൊണ്ടുപോവാണ്. അടിപൊളി. ജ്യൂസ് മുഴുവൻ കുടിച്ചു. ആ